വെട്ടിയ പൈസ ചോദിച്ചതിന് പി സരീനും അദ്ദേഹത്തിന്റെ കൂട്ടുകാരും ഒക്കെ കൂടി ചേർന്ന് ഒരാൾക്കെതിരെ മോഷണാരോപണ കുറ്റം ചുമത്തിയെന്നതാണ് പുതുതായി ഉയർന്നു വരുന്ന പാലക്കാടൻ ചർച്ച. ഒരു മുടിവെട്ടും മോഷണവും തമ്മിൽ എന്താണ് ബന്ധം? സംഭവം ഇദ്ദേഹം ബാവ പട്ടാമ്പി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഒരു ഹെയർ സ്റ്റൈലിസ്റ്റ് ആണ്. അപ്പോ ഈ പാലക്കാടുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന രാഷ്ട്രീയക്കാർ, പ്രത്യേകിച്ച് ഷാഫി പറമ്പിൽ, സരിൻ, അതുപോലെ തന്നെ സന്ദീപ് വാര്യർ തുടങ്ങിയവരുടെയൊക്കെ മുടി സ്റ്റൈൽ ചെയ്യുന്ന അദ്ദേഹമാണത്രേ. അപ്പോ അതുപോലെ തന്നെ ഗോവിന്ദ് പത്മസൂര്യ പോലത്തെ സെലിബ്രിറ്റീസിനെയും ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. ഹെയർ സ്റ്റൈലിസ്റ്റ്, അതെ, അങ്ങനെ പറയാം. പാലക്കാടുകാരുടെ സെലിബ്രിറ്റി ഹെയർ സ്റ്റൈലിസ്റ്റ് ആണ് ബാവ പട്ടാമ്പി. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സരിന്റെ തിരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതിന് തലേ ദിവസം അദ്ദേഹത്തിന്റെ ഗ്രൂമിങ് ചെയ്യാൻ വേണ്ടിയിട്ട് തിരുവില്ലാമലയിലെ സരിന്റെ തറവാട്ടിലെത്തുകയും അദ്ദേഹത്തിന് മുടി ഗ്രൂം ചെയ്യുകയും ഒക്കെ ചെയ്തു. അതിന് പൈസ കൊടുത്തില്ല. അതുവരെ ചെയ്തതിന്റെ അല്ല, ഈ ഫോട്ടോഷൂട്ടിന് അടക്കമുള്ള ഗ്രൂമിങ് ചെയ്തത് ഈ ബാവ പട്ടാമ്പി തന്നെയാണ്. അത് സരിന്റെ കൂടെയുള്ള ഫോട്ടോ ഒക്കെ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. അപ്പൊ അന്നത്തെ എല്ലാ പൈസകളും സെറ്റിൽ ചെയ്തുവെങ്കിലും ഈ തലേ ദിവസം തിരുവില്ലാമലയിലെ വീട്ടിൽ നടന്ന ഗ്രൂമിങ്ങിന്റെ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇന്നലെ ഈ റിസൾട്ട് വന്നതിന് ശേഷം വൈകിട്ട് ഈ ബാവ പട്ടാമ്പി സരീനെ വിളിച്ചിട്ട് പൈസ ചോദിക്കാൻ വിളിച്ച സമയത്ത് സരീനല്ല ഫോൺ എടുത്തത്, ബോസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൂടെ നടക്കുന്ന ഒരാളാണ് അത്ര ഫോൺ എടുത്തത്. അപ്പോ അദ്ദേഹം പറഞ്ഞു, എന്താ പൈസ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ സരീന്റെ തിരുവില്ലാമലയിലെ വീട്ടിൽ നിന്ന് 35,000 രൂപയോളം കാണാതെ പോയിട്ടുണ്ട്, അത് എടുത്തത് ബാവ പട്ടാമ്പിയാണെന്ന രീതിയിൽ ഒരു ആരോപണം ഉന്നയിച്ചെന്നാണ് പറയുന്നത്. അപ്പൊ ഇത് കേട്ടപാടെ ബാവ പട്ടാമ്പി ചെയ്തത് സരീനെതിരെ ഈ വിഷയത്തിൽ കേസ് കൊടുക്കുകയാണ്. ഒപ്പം തന്നെ മാധ്യമങ്ങളോട് ഇത് പറയുകയാണ് ചെയ്തത്. അപ്പോ എനിക്കൊന്ന് മാതൃഭൂമിയുടെ റിപ്പോർട്ടർ പ്രസാദേട്ടനാണെന്ന് തോന്നുന്നു, പ്രസാദേട്ടൻ സംസാരിക്കുന്നുണ്ട് ഈ ആളോട്, ബാവ പട്ടാമ്പിയോട്. അപ്പോ ചോദിക്കുന്നുണ്ട്, എന്താ എന്തിനാണ് ഇത് സരീനുമായി സംസാരിക്കണ്ടേ? ഇല്ല, സരീനോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല, ഞാൻ കേസുമായി മുന്നോട്ട് പോകുന്നു എന്നാണ് ബാവ പട്ടാമ്പി പറയുന്നത്. എന്ത് തോന്നുന്നു ഈ കഥ കേൾക്കുമ്പോൾ അനുപമയ്ക്ക്? എനിക്ക് ഒരു 2-3 സംശയങ്ങളാണ് ചോദിക്കാനുള്ളത്. ഒന്നാമത്തെ കാര്യം, ഈ പറഞ്ഞ മാതൃഭൂമിന്റെ ആ ഒരു ആള് ചോദിച്ച പോലെ തന്നെ ഈ സരിൻ ഇത് ചെയ്തു എങ്കിൽ അല്ലെ സരിന്റെ അടുത്തുനിന്ന് പൈസ ഇയാള് കട്ടെടുത്തു എന്നാണെങ്കിൽ എന്തുകൊണ്ട് സരിനോട് നേരിട്ട് ചോദിക്കുന്നില്ല, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്റെ പേരിലാണ്, അതിലെന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്, എങ്ങനെയാ നമ്മൾ അതിനെ ഡീൽ ചെയ്യേണ്ടത് സരിന്റെ അടുത്ത് എന്തുകൊണ്ട് ഈ ബാവ പട്ടാമ്പി ചോദിച്ചില്ല? ഒന്നാമത്തെ എന്റെ സംശയം. രണ്ടാമത്തെ സംശയം, ഈ ബോസ് എന്ന് പറയുന്ന അയാള് പറഞ്ഞതിന്റെ പേരിൽ സരിനെതിരെ എന്തിനാ അപ്പൊ കേസ് എടുക്കുന്നേ? എന്നാ പിന്നെ ബോസിനെതിരെ കേസ് കൊടുത്താൽ മതിയല്ലോ. അയാളാണല്ലോ പൈസ കൊടുക്കാതിരുന്നത് സരിനാണ്. പക്ഷെ ഇയാളൊരു കുറ്റാരോപിതനാക്കിയത് ബോസാണ്. എന്തുകൊണ്ട് ബോസിനെ ഈ സീനിൽ പെടുത്താത്തത്? അത് രണ്ടാമത്തെ സംശയം. മൂന്നാമത്തെ സംശയം, അല്ലെങ്കിൽ മൂന്നാമതായി എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു ചീപ്പ് ഷോ അല്ലേ? അല്ലെങ്കിൽ ഇത് ഒരു എന്താ പറയാ, കുപ്രസിദ്ധിക്ക് വേണ്ടി, പ്രസിദ്ധിയായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്, പക്ഷെ ആയി വന്നത് കുപ്രസിദ്ധിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുവേണ്ടി നടത്തിയ ഒരു പൊറാട്ട് നാടകമായിരുന്നില്ലേ ഇത്? എനിക്കും ആ മൂന്നാമത് പറഞ്ഞ സാധനമാണ് ക്ലിയർ ആയിട്ട് ഇവിടെ മനസ്സിലാവുന്നത്. കാരണം ഇപ്പൊ ഒരു മുടി വെട്ടി, ഇനിയിപ്പോ അത് എത്ര വലിയ സ്റ്റൈലിസ്റ്റ് ആയിക്കോട്ടെ, ഒരു 3,000, 4,000, 5,000 കൂടിപ്പോയി ഒരു 5,000, 6,000 രൂപയായിരിക്കാം ഒരു ഗ്രൂമിങ് ചാർജ്, അല്ലെങ്കിൽ 10,000 രൂപ തന്നെ ഇരിക്കട്ടെ. ഇനി അത് എത്രയോ ആവട്ടെ, ചെറിയ പൈസയാണെങ്കിലും പൈസയാണ്, അതിന് മൂല്യമുണ്ട്. അത് കൊടുത്തില്ല, ചിലപ്പോ വിട്ടുപോയതായിരിക്കാം, തിരക്കിൽ പെട്ടത്. എന്തായാലും നമുക്കറിയാം, തിരഞ്ഞെടുപ്പാണ്, തലേ ദിവസം അല്ലെങ്കിൽ റിസൾട്ട് വന്നതിന് അന്നെന്ന് പറയുമ്പോൾ എന്തായാലും തിരക്കുണ്ടാവുക സ്വാഭാവികമാണ്. ജയിച്ചാലും തോറ്റാലും തിരക്കുണ്ടാവുക സ്വാഭാവികമാണ്. അതിൻ്റെതായ ചർച്ചകൾ ഉണ്ടാവും, മാനസിക സംഘർഷങ്ങൾ ഉണ്ടാവും, ഇതെല്ലാം ഉണ്ടാവും. ഈ സമയത്താണ് ഇദ്ദേഹം മേ ബി ഫോണ് അദ്ദേഹത്തിന് എടുക്കാൻ സാധിക്കാതെ ഇദ്ദേഹത്തിന് കൂടെയുള്ള ആള് ഫോൺ എടുക്കുന്നത് മേ ബി ഈ സന്ദർഭത്തിലായിരിക്കാം. അപ്പൊ അദ്ദേഹം എന്തോ പറയട്ടെ, ഈ മുടി വെട്ടിയത് സരിന്റെ ആണല്ലോ, അപ്പൊ സരിനല്ലേ ഇതിന് ഉത്തരം പറയേണ്ടത്, സരിനല്ലേ പൈസ കൊടുക്കേണ്ടത്. അതെ, മുടി വെട്ടാൻ വേണ്ടി സരിനുമായി ഒരു ക്ലോസ് കോണ്ടാക്ട് ഉണ്ടായി. അതെ, പിന്നെ ഇനി ഈ പൈസ ചോദിക്കാൻ ഒരു ക്ലോസ് കോണ്ടാക്ട് ഉണ്ടാവാൻ പാടില്ല. സരിനാണ് ഇത് പറയുന്നത് എങ്കിൽ ബാവ പട്ടാമ്പിക്കൊപ്പം ഞാൻ നിൽക്കുമായിരുന്നു, അത് ചെയ്തത് വലിയ തെറ്റാണെന്ന് ഞാൻ പറയുമായിരുന്നു. പക്ഷെ സരിനല്ല ഇത് പറഞ്ഞത്. വേറൊരു കോമഡി എന്താന്ന് വെച്ചാൽ, ഈ വിഷയത്തിൽ സരിൻ ക്ഷമ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. തന്റെ ഒപ്പമുള്ള ആളെ ഈ മേക്ക് ഓവർ ആർട്ടിസ്റ്റിനോട് മോശമായി പെരുമാറിയതിൽ താൻ ക്ഷമ ചോദിക്കുന്നു എന്നാണ് സരിൻ പറഞ്ഞത്. സരിൻ അതിൽ വ്യക്തമായി പറയുന്നുണ്ട്, ഈ ബാവ പട്ടാമ്പി അദ്ദേഹത്തെ വിളിച്ചിരുന്നു, അദ്ദേഹത്തിന് ആ ഫോൺ എടുക്കാൻ സാധിച്ചില്ല. പിറ്റേ ദിവസം രാവിലെ തിരിച്ചു വിളിക്കുമ്പോഴേക്കും അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിരുന്നു. 4 വർഷമായി അടുത്ത പരിചയമുള്ള ആളാണ് ബാവ പട്ടാമ്പി. ഒരിക്കലും ബാവ പട്ടാമ്പി ഇതുപോലെ പണം എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കുന്നില്ല. ആ പണം അവിടെയാണോ വെച്ചത് എന്ന് അറിയില്ല. ഇനി അവിടെ വെച്ചത് വേറെ സ്ഥലത്താണോ എന്ന് പ്രവർത്തകരോട് ചോദിക്കുന്നുണ്ട്. പണം നഷ്ടപ്പെട്ടത് എങ്ങനെയാണെന്ന് അറിയില്ല. ഇത് ഇദ്ദേഹത്തിന്റെ മേൽ ഒരിക്കലും അടിച്ചേൽപ്പിക്കാൻ സാധിക്കില്ല, കാരണം തനിക്ക് 4 വർഷമായി അറിയാവുന്ന ഒരാളാണ്.
അത്രയും വിശ്വാസമുള്ള ഒരാളാണെന്ന് സരിൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ സരിൻ ഈ പറയാൻ കാണിച്ചതിന്റെ ഒരു ശതമാനമെങ്കിലും ഈ വാവ പട്ടാമ്പി കാണിക്കണമായിരുന്നു എന്നുള്ളതാണ്. ഈ അനുഭവം പറഞ്ഞ പോലെ ഒരു ചീപ്പ് പബ്ലിസിറ്റി ഉണ്ട്. നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറച്ചു കാലത്തേക്ക് അതുമായി അതിന്റെ അറ്റത്തും തുമ്പത്തും ഒക്കെ പിടിച്ചു പോകുന്നവരൊക്കെ മാധ്യമ ശ്രദ്ധ നേടുന്ന ഒരു കാലമാണ്. അപ്പൊ ആ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാവാം അദ്ദേഹം അങ്ങനെ ചെയ്തത്. അതല്ലെങ്കിൽ സരിനോട് ഒരു വാക്ക് ചോദിക്കണമായിരുന്നു. അതായിരുന്നു മാന്യത എന്ന് പറയുന്നത്. അതെ, ഇതിപ്പോ ചെയ്തതിന്റെ ഫലമായിട്ട് അല്ലെങ്കിൽ ചെയ്തത് കാരണം നാട്ടുകാർക്കൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ ചീപ്പ് പബ്ലിസിറ്റി ആയിട്ട് മാത്രമേ ഫീൽ ചെയ്യുള്ളൂ. അല്ലാതെ നമ്മൾ ഈ അവസരം മുതലെടുക്കുക എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പൊ അദ്ദേഹം എന്തെങ്കിലും ചെയ്താൽ അത് ക്ലിക്കാവും, അല്ലെങ്കിൽ ആൾക്കാർ ശ്രദ്ധിക്കും, പ്രേക്ഷക ശ്രദ്ധ കിട്ടുമെന്ന് കൃത്യമായി മനസ്സിലാക്കി എന്നിട്ട് കറക്റ്റ് ടൈമിനിട്ട് കുത്തി അദ്ദേഹം. അതാണ് ബാവ പട്ടാമ്പി. ഇപ്പൊ ഇതിന് മേ ബി ബാവ പട്ടാമ്പി പറയാവുന്ന റീസൺ എന്ന് പറയുന്നത് രാത്രി ഫോൺ വിളിച്ചപ്പോൾ എടുത്തില്ല, അപ്പൊ അതുകൊണ്ടാണ് ചെയ്തതെന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹത്തിന് ഒന്ന് നേരിട്ട് ഇത്രയും വലിയൊരു ആരോപണമാണ് മുന്നോട്ട് വെക്കാൻ പോകുന്നത്. തീർച്ചയായും അദ്ദേഹത്തോടൊന്ന് നേരിട്ട് സംസാരിക്കാവുന്നതേ ഉള്ളൂ. അദ്ദേഹം പാലക്കാട് നിന്ന് ഓടിപ്പോകാൻ പോകുന്ന ഒരാളല്ല പി സരിൻ എന്ന് പറയുന്നത്. ഇത്രയും ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആൾ ഒരിക്കലും ചെയ്യാൻ പോകാത്ത ഒരു കാര്യമാണ് അവിടുന്ന് ഇയാൾക്ക് ഈ പൈസ കൊടുക്കാതെ രക്ഷപ്പെടുക എന്നൊക്കെ പറയുന്നത്. അതിന്റെ ഭാവി എന്താണെന്നുള്ളത് പുള്ളിക്ക് കൃത്യമായി അറിയുന്ന ഒരാളല്ലേ. എനിക്ക് പി സരിന്റെ വ്യക്തി സ്വഭാവം ഒന്നും എനിക്ക് കൃത്യമായി ഒന്നും അറിയില്ല. എന്നാലും ഞാൻ കരുതി ഒരു ബേസിക് ആരായാലും ഞാനായാലും താങ്കളെ മുടി വെട്ടിയ പൈസ കൊടുക്കാതിരുന്ന ആ പൈസക്ക് ലാഭിച്ചിട്ടൊന്നും നേടാനില്ലെന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ സ്വന്തം പല്ലിന്റെ കുത്തി നാട്ടുകാരെ മണപ്പിക്കുന്ന തരത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഞാൻ മോഷ്ടിച്ചു എന്ന ഇദ്ദേഹം ആരോപിച്ചു എന്ന് പറഞ്ഞിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ഷോ ഇറക്കുക എന്ന് പറയുന്നത് ചീപ്പ് ഷോ മാത്രമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും സൈബർ ഹാൻഡിലുകൾ കോൺഗ്രസിന്റെയും അതല്ലെങ്കിൽ BJP-യുടെയും അല്ലെങ്കിൽ ഇപ്പൊ സരിനെതിരായിട്ടുള്ള എല്ലാ സൈബർ ഹാൻഡിലുകളും സരിന് മുടിവെട്ടാൻ പൈസ ഇല്ല, അതല്ലെങ്കിൽ മുടി വെട്ടിക്കഴിഞ്ഞാൽ പൈസ കൊടുത്തൂടെ സരിനെ എന്ന് ചോദിച്ചു നടക്കുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഒപ്പം തന്നെ ഇതിന്റെ അടിയിൽ വരുന്ന കമന്റുകൾ വളരെയധികം കോമഡിയാണ്. അതിലവർ ചോദിക്കുന്നത് ഇപ്പോഴാണ് സരിൻ ശരിക്കും ഒരു സഖാവായത്, സരിൻ കൃത്യസ്ഥലത്തേക്കാണ് എത്തിയിട്ടുള്ളത്. അങ്ങനെ രീതിയിൽ സരിനെ വ്യക്തിപരമായും പാർട്ടിയെയും അധിക്ഷേപിക്കുന്ന രീതിയിലാണ് ഇതിന്റെ താഴെ ആൾക്കാർ വന്ന് സംസാരിക്കുന്നത്. അതിന്റെ സാമാന്യ ലോജിക്കില്ലായ്മ പോലും ആൾക്കാർ തിരിച്ചറിയുന്നില്ല. ഒരാളെ എയറിൽ കയറ്റാൻ കിട്ടുന്ന അവസരം കൃത്യമായി വിനിയോഗിക്കുക എന്ന മലയാളികളുടെ പരിപാടി നടക്കുന്നുണ്ട് എന്തായാലും.